നമസ്കാരം. ശബരിമലയുമായി ബന്ധപ്പെട്ട് വാജിവാഹനവും കൊടിമര നിർമ്മാണവും അഷ്ടഗ്രഹ വിഗ്രഹവും എല്ലാം നാല് വഴിക്ക് അടിച്ചുകൊണ്ട് പോയതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് എന്തോ തീവ്രത നഷ്ടപ്പെട്ടൊരവസ്ഥയുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾക്കും ചർച്ച ചെയ്യാൻ എന്തോ ഇൻട്രസ്റ്റ് കുറഞ്ഞതുപോലെയുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തൊരാവേശ ചർച്ചകളും എന്തൊരാവേശ പ്രചരണങ്ങളുമാണ് നടന്നത്. അത് SITയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് കാര്യങ്ങൾ മുകളിലേക്ക് പോയപ്പോൾ ഇന്ന് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളും തന്ത്രിയുടെ കയ്യിൽ നിന്ന് വാജിവാഹനം പിടിച്ചെടുത്ത് കോടതിയിൽ സമർപ്പിച്ചപ്പോഴും ഇതൊക്കെ എടുത്ത് പുറത്തു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആരാണ്? അതിനുവേണ്ടി ഇവർക്ക് അവസരമുണ്ടാക്കി കൊടുത്ത ആരാണ്? അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് പ്രയാറിൻ്റെ കാലഘട്ടത്തിലും KC വേണുഗോപാൽ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണെന്നും അതിനോടൊപ്പം തന്നെ വാജിവാഹനം എടുത്ത് തന്ത്രി സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് ചർച്ചയോ ആശങ്കയോ അല്ലെങ്കിൽ ഈ അഷ്ടഗ്രഹ വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടിട്ട് അതിനെ സംബന്ധിച്ച് ഒരു ആകുലതയും ഇല്ലാത്ത ഒരവസ്ഥ നോക്കണേ. അതിനോടൊപ്പം തന്നെ ദേവപ്രശ്നം എന്നൊരു വിചിത്രം ആ കൊടിമരവുമായി ബന്ധപ്പെട്ട് ചെതലെടുത്തു എന്ന രീതിയിൽ ഒരു പ്രത്യേകതരം ദേവപ്രശ്നം വെച്ചുകൊണ്ട് ശബരിമലയിൽ ഒരു വലിയ കൊള്ള നടത്തിയ തന്ത്രിയും കോൺഗ്രസ് അംഗത്തിന്റെ ആ മാഫിയ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പുലർത്തുന്ന ആ തീവ്രത ഇല്ലായ്മയുണ്ടല്ലോ, അത് നാട്ടുകാർ കാണണം. റിപ്പോർട്ടർ സൂപ്പർ എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കാലത്തെ ദേവസ്വം ബോർഡും വെട്ടിൽ. കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം മാറ്റിയത് അടിഭാഗം ചിതലരിച്ചെന്ന കള്ളക്കഥ മെനഞ്ഞ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതുകൊണ്ടെന്ന അജയ് തറയിലിന്റെ ന്യായീകരണം. മുമ്പുള്ള ഗോവിന്ദൻ നായരുടെ കാലത്തെ ബോർഡ് ഒരു ദേവപ്രശ്നം വെച്ചപ്പോൾ ആ ദേവപ്രശ്നത്തിൽ ഉയർന്നു വന്നൊരാശയമാണ് കൊടിമരത്തിൽ താഴത്ത് ദ്രവീകരണം സംഭവിച്ചിരിക്കുന്നു, അത് മാറ്റണമെന്ന്. അങ്ങനെയാണ് അവര് കേരള ഗവൺമെന്റ് അപേക്ഷ കൊടുത്ത് കോന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നും ഒരു തേക്ക് തടി കൊണ്ടുവന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴേക്കും ആ തേക്ക് തടി പമ്പയിൽ അവർ എണ്ണത്തോടി ഇടാവുന്ന സംവിധാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയായിരുന്നു. കൊടിമരത്തിന് മുകളിലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ചട്ടവിരുദ്ധമെന്ന സംശയം. ഈ ഒരു സംഭവവികാസം കേൾക്കുകയാണ്. ഈ ദ്വാരപാലക ശില്പം അല്ലെങ്കിൽ അവിടെ സ്വർണം മങ്ങിയ വിഷയത്തിലൊക്കെ ദേവപ്രശ്നത്തിലൂടെ സമാനമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നത്. തന്ത്രി ദേവപ്രശ്നം വാങ്ങിക്കുന്നു, അനുജ്ഞ കൊടുക്കുന്നു. ഇത് അയാൾ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റീരയിൽ നേരത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അതേ രീതിയിൽ പുതിയ ദേവസ്വം പ്രസിഡന്റ് വന്നപ്പോൾ ഒപ്പിട്ട് കൊടുത്തു. ഇതിനപ്പുറത്തേക്ക് എന്താണ് ഇടതുപക്ഷം അവിടെ ചെയ്തിരിക്കുന്ന തെറ്റ്? അപ്പോൾ ഇന്നലകളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിക്കൊണ്ടിരുന്ന കൊള്ള 2004 മുതൽ യഥേഷ്ടം വിശ്വാസികൾ ചമഞ്ഞ് അല്ലെങ്കിൽ തന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്നവരെല്ലാം കൂടി അവരുടെ ഇഷ്ടാനുസരണം അവിടുത്തെ മൂല്യമുള്ള വസ്തുക്കൾ അവരവർക്ക് തോന്നുന്നവർക്ക് കൈമാറുക, അവർക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കുക. വീട്ടിൽ വെച്ചതിന് ശേഷം ഭക്തർ എങ്ങനെ സമ്പന്നരായിട്ടുള്ള ഭക്തരിൽ നിന്ന് ലക്ഷങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാക്കി അതിനെ വിനിയോഗിച്ചു. 2017 നടന്ന സംഭവം 2025 അത് പുറത്തേക്ക് വരുമ്പോൾ ഇതിൽ ഇടതുപക്ഷത്തിന്റെ പേര് മാത്രം ചർച്ചയാക്കുക എന്ന് പറയുന്ന മാധ്യമ തന്ത്രത്തെ SITയുടെ ജാഗരൂകമായിട്ടുള്ള അന്വേഷണമാണ് പൊളിച്ചടുക്കി കൈ കൊടുത്തത്. എന്തിനേറെ പറയുന്നു, ശബരിമലയിൽ അല്ലെങ്കിൽ പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കുന്ന സന്ദർഭത്തിൽ പൊടുന്നനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എൻട്രൻസ്. ആ എൻട്രൻസിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സ്വന്തം വീട്ടിൽ കൊണ്ട് തന്നെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ശബരിമലയിലെ ദ്വാരപാലക ശില്പം അത് ദേവസ്വം വിജിലൻസ് കൈയോടെ പിടിച്ചെടുത്ത് തുടങ്ങി ഏറ്റവും ഒടുവിൽ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജിവാഹനം കൂടി കണ്ടെടുക്കുമ്പോൾ ആരായിരുന്നു അവിടുത്തെ ഈ മാഫിയ കൊള്ള സംഘം എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. പ്രത്യേകതരം ദേവപ്രശ്നം, ചെതലെടുക്കാത്ത കോൺക്രീറ്റിനകത്തിരുന്ന കൊടിമരത്തിന് അത് ചെതലെടുക്കുന്നു എന്ന് ദേവപ്രശ്നത്തിൽ കണ്ടു എന്ന രീതിയിൽ ദേവപ്രശ്ന തട്ടിപ്പിലൂടെയൊക്കെ ശബരിമലയിൽ നടത്തിയിരിക്കുന്ന കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ഇന്ന് പുറത്തു വന്ന ഈ വിവരങ്ങൾ തെളിയിക്കുകയാണ്. അഷ്ടഗ്രഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ പലർക്കും യഥേഷ്ടം, അതായത് താല്പര്യമുള്ളവർക്കൊക്കെ കോടികൾ വാങ്ങിച്ച് കൈമാറിയതിനു ശേഷം എവിടെയെന്ന പോലും അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് SIT എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2017 കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും അംഗങ്ങൾ, ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ കുരുക്കേണ്ട സാഹചര്യമില്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ നെല്ലും പതിരും തെളിയിക്കപ്പെടുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമ്പോൾ ശബരിമല കേന്ദ്രീകരിച്ച് ആരാണ് അമ്പലം വിഴികളെന്നും ആരാണ് വിശ്വാസ കച്ചവടക്കാരെന്നും അതിൻ്റെ മറപിടിച്ച് എന്തോരം കൊള്ളകളാണ് അവിടെ വിശ്വാസ കച്ചവടക്കാർ നടത്തിയിരുന്നു എന്നതിൻ്റെ
വലിയ തെളിവുകളാണ്. വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. മഞ്ഞുമലയുടെ ഒരു അഗ്രമാണ് 2017 സംഭവിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഞെട്ടാതെ അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ സംഘടിപ്പിക്കാതിരിക്കുന്നിടത്ത് ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടങ്ങൾ കൂടി വളരെ കൃത്യമായി വെളിവാക്കപ്പെടുകയാണ്.